വാർത്തകൾ വിശദമായി നോക്കാം. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ എത്തിയത് കളക്ടറുടെ അനുമതിയില്ലാതെ. നവീൻ ബാബുവിനെ അപമാനിക്കാൻ ദിവ്യ നടത്തിയത് കൃത്യമായ ആസൂത്രണം. പരിപാടി ചിത്രീകരിക്കാൻ നിർദ്ദേശിച്ചതും PP ദിവ്യ, വീഡിയോ ദിവ്യ കൈപ്പറ്റിയതായിട്ടും മൊഴി. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതേസമയം പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനും തെളിവുകളില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് NOC കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ NOC എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഈ സമയത്ത് നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നത്. ഒന്ന്, ജീവിതത്തിൽ സത്യസന്ധത നമ്മളെപ്പോഴും പാലിക്കും. ഞാൻ അദ്ദേഹത്തോട് ഒരു നന്ദി പറയുകയാണ്. കാരണം ഞാനൊരു ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നടത്തി കൊടുത്തു കുറച്ച് മാസമാണെങ്കിലും എന്ന് നന്ദി പറയും. വിവാദവും ഏറെ ചർച്ചകൾക്കും വഴിവെച്ച ADM നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ച യാത്രയയപ്പ് ചടങ്ങ് നടന്ന ദിവസം കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചടങ്ങിന് താനെത്തിയതെന്നായിരുന്നു PP ദിവ്യയുടെ വാദം. പെട്രോൾ പമ്പിന് NOC നൽകുന്നതിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നവീൻ ബാബുവിനെ പരസ്യമായി ദിവ്യ ആക്ഷേപിക്കുന്നു. അപമാനിതനായിരിക്കുന്ന നവീൻ ബാബുവിന്റെ അരികിൽ കളക്ടറും. എന്നാൽ അപ്രതീക്ഷിതമായോ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നോ അല്ല ദിവ്യ ചടങ്ങിനെത്തിയതെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കളക്ടറുടെ മൊഴി. കളക്ടറോട് മുന്നേ നവീൻ ബാബുവിനെതിരെയുള്ള പരാതി ദിവ്യ അറിയിച്ചിരുന്നു. തെളിവുകൾ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ കയ്യിലില്ലെന്ന് മറുപടി. ചടങ്ങിന് ദിവ്യ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയല്ലതെന്ന് കളക്ടർ വിലക്കി. കൂട്ടാക്കാതെ ദിവ്യ ചടങ്ങിനെത്തി. കൂടാതെ പരിപാടി ചിത്രീകരിക്കാൻ സ്വകാര്യ ചാനലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചിത്രീകരിച്ച നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ദിവ്യ കൈപ്പറ്റിയതായും മൊഴിയുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നടന്നതൊക്കെ ദിവ്യയുടെ ആസൂത്രണത്തിന്റെ ഭാഗമായുള്ളവ. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു നവീൻ ബാബുവിന്റെ മരണം. ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനോ ഫയലിൽ കാലതാമസം വരുത്തിയതിനോ തെളിവുകളില്ല. ദിവ്യയുടെ പക്കലും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ എന്തിന് പരസ്യമായി അപമാനിച്ചു എന്നുള്ള ചോദ്യം ബാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.